ഇതൊരു ജെനറ്റിക് പ്രോബ്ലം ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം എൻ്റെ വാപ്പച്ചിയുടെ കുടുംബത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെ തന്നെ ഈ നെറ്റിയിൽ കഷണ്ടിയെ പോലെ തന്നെ നല്ല കയറ്റം ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ മുടിയും വരില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ മുടിയൊന്നും വരത്തില്ല, നല്ല തിളക്കം ഉണ്ടായിരുന്നു. പക്ഷേ 2026 ഇതൊക്കെ മാറ്റിമറിച്ചത്. അതിൻ്റെ കാരണം ഞാൻ വെറുതെ ഒരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തോണ്ട് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ ഹെയർ കെയറും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് നന്നായിട്ട് മാറ്റം പെട്ടെന്ന് തന്നെ മാറ്റം വന്നു. അതൊരു എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹെയർ ഓയിലും ഒന്നും തന്നെ യൂസ് ചെയ്തില്ല. കാരണം ഞാൻ യൂസ് ചെയ്ത് മടുത്തു. അതുകൊണ്ട് ഞാൻ ഹെയർ ഓയിലൊന്നും യൂസ് ചെയ്തില്ല. ഞാൻ യൂസ് ചെയ്തൊരു സെറമാണ്, വിഷ് കെയറിൻ്റെ സെറമാണ് ഞാൻ യൂസ് ചെയ്തത്, ഹെയർ ഗ്രോത്തിൻ്റെ. പക്ഷേ അതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ, എനിക്ക് ഈ നെറ്റിയിൽ ഇതുപോലെ ബേബി ഹെയർസൊക്കെ വരാനായിട്ട് തുടങ്ങി. ഒരുപാട് സന്തോഷമുണ്ട്. അത് മാത്രമല്ല, എനിക്ക് മുടി തൊഴിച്ചിൽ നന്നായിട്ട് മാറാനായിട്ട് തുടങ്ങി. ഹെയർ സിറം മാത്രം യൂസ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നവർക്ക് അങ്ങനെ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇത്തിക്കൂടെ നല്ല റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്യണം. ഹെയർ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് മുടി ചീകി വൃത്തിയാക്കി കെട്ടിവെക്കുക. ഈ ഒരു കാര്യം 2 നേരം ചെയ്യണം, രാവിലെയും രാത്രിയും. പിന്നെ നിങ്ങളൊരു ഹെയർ സെറം കൂടെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഓക്കെ, ബൈ.